ടിപ്പു സുൽത്താൻ ഇവിടെ നിന്നിരുന്ന സമയത്ത് ടിപ്പുവിന്റെ മൈസൂർ രാജവംശം ആക്രമിക്കാൻ പോർച്ചുഗീസുകാർ പ്ലാൻ ഇട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇവിടെ നിന്ന് ടിപ്പു പോയതെന്നാണ് പറയണത്. അന്നത്തെ 3 ലക്ഷം രൂപയ്ക്ക് ഡച്ചുകാരിൽ നിന്ന് ഈ കോട്ട വാങ്ങിയെടുത്തതായിട്ടൊരു കരാറ് പറയുന്നുണ്ട്. 1790 ടിപ്പു സുൽത്താൻ ഈ കോട്ട കൈയടക്കുകയും അതിനുശേഷം ടിപ്പു സുൽത്താൻ തകർത്തതായിട്ടാണ് പറയണത്. 1523 ഒരു അത്ഭുത കാഴ്ചയാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്ന ഈ കോട്ടയുടെ പേര് പോർച്ചുഗീസ് കോട്ട എന്നാണ്. അതായത് ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് 1523 പോർച്ചുഗീസ് കോട്ടയിലാണ്. അപ്പോൾ ഈ പോർച്ചുഗീസുകാർ ഇവിടെ കോട്ട ഏകദേശം 1 കിലോമീറ്ററുള്ള വലിയൊരു കോട്ടയായിരുന്നത്. അതിനുശേഷം 1600 ഡച്ചുകാർ ഇത് പിടിച്ചെടുത്തു. ഡച്ചുകാർ പിടിച്ചെടുത്തതിന് ശേഷം ഡച്ചുകാരും പോർച്ചുഗീസുകാരും കൂടി ഇവിടെ യുദ്ധം നടന്നു എന്നാണ് പറയണത്. ഈ യുദ്ധത്തിൽ പോർച്ചുഗീസുകാരുടെ കൂടെ നിന്നിരുന്ന പാലിയത്തച്ഛൻ പിന്നീട് ഡച്ചുകാരായിട്ട് സ്നേഹത്തിലാവുകയും അങ്ങനെ ഡച്ചുകാരെ യുദ്ധത്തിൽ സഹായിച്ചു. ഇവിടത്തെ യുദ്ധത്തിൽ വെച്ചിട്ടാണ് ഡച്ചുകാരെ പാലിയത്തച്ഛൻ യുദ്ധത്തിൽ സഹായിച്ച് ഡച്ചുകാർ ഈ കോട്ട കീഴടക്കി എന്നാണ് പറയണത്. അതിന്റെ പ്രതിഫലമായിട്ടാണ് പാലിയത്തച്ഛന് പാലിയം കൊട്ടാരം പണിത് കൊടുത്തു എന്നാണ് പറയണത്. 1662 ഡച്ചുകാരെ ഈ കോട്ട ആക്രമിച്ച് കീഴടക്കാൻ നോക്കിയപ്പോൾ ആ ശ്രമം പരാജയപ്പെട്ടു. 1663 കൊച്ചി രാജാവിന്റെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛന്റെ സഹായത്തോടുകൂടി കോട്ടപ്പുറം കോട്ട അവര് ഡച്ചുകാർ കീഴ്പ്പെടുത്തിയിട്ട് 40 വർഷത്തോളം അവരൊന്നും ചെയ്തിരുന്നില്ല ഈ കോട്ട. പക്ഷെ 1703 ഈ കോട്ട അവര് 2.5 ഏക്കറോളം ചുരുക്കി ഔട്ട് ഗാർഡ് മാത്രം നിലനിർത്തി മോട്ട് കിടങ്ങ് അത് മൊത്തം ഇതാക്കിയിട്ട് ഈ കോട്ട 2.5 ഏക്കറോളം ചുരുക്കിയിട്ടാണ് ഇതവര് ഫോർട്ടിഫിക്കേഷൻ ചെയ്ത് എടുത്തത്. അതിൽ ജാതി മരങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയിരുന്നത്. പിന്നെ നമ്മൾ ഈ എക്സ്കവേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് എന്താ പറയുക, മുറികൾ, ചെറിയ മുറികൾ, ഒരു ഹാള്, 2 ചെറിയ മുറി, പിന്നെ പോർച്ചുഗീസുകാരുടെ ഒരു സ്ട്രക്ചറും ഡച്ചുകാരുടെ സ്ട്രക്ചറുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് ടിപ്പു സുൽത്താന്റെ തേരോട്ട കാലമായിരുന്നു. ടിപ്പു സുൽത്താൻ യുദ്ധം അഴിച്ചുവിട്ട് ഡച്ചുകാരിൽ നിന്നും കോട്ട പിടിച്ചെടുത്തു. ഈ കോട്ടയുടെ ഇപ്പോഴത്തെ ഈ സ്ഥിതിയിലായത് ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താൻ കോട്ടപ്പുറം ഡച്ചുകാരിൽ നിന്ന് കോട്ടപ്പുറം കോട്ട പിടിച്ചെടുക്കുകയും കോട്ടപ്പുറം കോട്ടയുടെ ഈ ഒരു അവസ്ഥ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഈ ഒരു പതനാവസ്ഥയിൽ എത്തിച്ചത് ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ ടിപ്പു സുൽത്താൻ ഇവിടെ നിന്നിരുന്ന സമയത്ത് ടിപ്പുവിന്റെ മൈസൂർ രാജവംശം ആക്രമിക്കാൻ പോർച്ചുഗീസുകാർ പ്ലാൻ ഇട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇവിടെ നിന്ന് ടിപ്പു പോയതെന്നാണ് പറയണത്. ഇതിപ്പം ആർക്കിയോളജിയുടെ കീഴിലാണ് ഈ കോട്ട. പക്ഷെ ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മുസിരിസ് പ്രോജക്റ്റ് ആണ്. ഇപ്പൊ ഇത്രയും ഭംഗിയാക്കി നിർത്തിയേക്കണത് മുസിരിസ് പ്രോജക്റ്റ് വന്നതിന് ശേഷമാണ് ഇതിങ്ങനെ ചെയ്തേക്കണത്. ടിപ്പു സുൽത്താന്റെ മേലും കീഴും നോക്കാത്ത യുദ്ധമുറകളുടെ ഫലമായി കോട്ടയുടെ ഏകദേശം വലിയൊരു ഭാഗവും നശിച്ചു. 1707 ഡച്ചുകാർ ഈ കോട്ട പുനർനിർമ്മിക്കുന്നത്. ആ സമയത്ത് പള്ളികളൊക്കെ കളഞ്ഞിട്ട് ബിൽഡിങ്ങുകളായിട്ടാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. കോട്ടയുടെ ഏരിയ കുറയ്ക്കുകയും ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് 1789 തിരുവിതാംകൂർ രാജകുടുംബം അന്നത്തെ 3 ലക്ഷം രൂപയ്ക്ക് ഡച്ചുകാരിൽ നിന്ന് ഈ കോട്ട വാങ്ങിയെടുത്തതായിട്ടൊരു കരാറ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോഴേക്കാണ് ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് കോട്ട തകർത്തതായിട്ട് പറയുന്നത്. അങ്ങനെയും പറയുന്നുണ്ട് കോട്ട തകർക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഡച്ചുകാർ തന്നെ കോട്ട തകർത്ത് കളഞ്ഞതായിട്ടും പറയുന്നുണ്ട്. അങ്ങനെ ആരൊക്കെയോ തകർത്ത കോട്ട 1909 തിരുവിതാംകൂർ ഗവൺമെന്റ് സംരക്ഷിത സ്മാരകമായിട്ട് ഏറ്റെടുത്തു. പോർച്ചുഗീസുകാർ, അതായത് കൊച്ചി രാജാവ് പോർച്ചുഗീസുകാർക്ക് ഒരു കോട്ട പണിയാനായിട്ട് ഇവിടെ ഒരു അവകാശം കൊടുക്കുകയാണ്. അങ്ങനെയാണ് പോർച്ചുഗീസുകാര് കോട്ടപ്പുറത്ത് ഒരു കോട്ട പണിതു 1523 കൊച്ചി കോട്ട പണിത് 1503 അതിനുശേഷം പള്ളിപ്പുറം കോട്ട. ഈ 3 കോട്ടകളാണ് മെയിൻ ആയിട്ടുള്ളത്. അതിലിപ്പോ കോട്ടപ്പുറം കോട്ട മുസിരിസ് പ്രോജക്റ്റ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഒരു സ്ഥിതിയിലാക്കിയിട്ടുണ്ട്. ടിപ്പുവിന്റെ മൈസൂർ രാജവംശം യുദ്ധത്തിൽ കോട്ട കീഴടക്കി വിജയശ്രീലാളിതനായി നിലകൊള്ളുന്ന സമയമാണ് പോർച്ചുഗീസുകാർ ടിപ്പുവിന്റെ മൈസൂർ രാജവംശം ആക്രമിക്കുവാനുള്ള സാധ്യത ടിപ്പു സുൽത്താൻ മണത്തറിയുന്നത്. ഇതോടുകൂടി അധികമായിട്ടുള്ള വൈരാഗ്യം പോർച്ചുഗീസുകാർക്ക് നൽകാതെ ടിപ്പു
കോട്ട വിട്ടൊഴിഞ്ഞ് പലായനം ചെയ്തു. ഇവിടെ കൊച്ചിയുടെ ഒരു പ്രഭു കുടുംബമായിരുന്നു പാലിയം. അവരുടെ സഹായത്തോടു കൂടിയാണ് ഈ കോട്ട പിടിച്ചെടുക്കാനായിട്ട് സഹായം കിട്ടിയത്. അതിന് പാരിതോഷികമായിട്ട് നിർമ്മിച്ചു കൊടുത്തതാണ് പാലിയം പാലസ്. അപ്പം ആ ഡച്ചുകാർ അത് നിന്നിട്ട് ഇതിങ്ങനെ കുറേ നാൾ ഇട്ടിട്ട് പിന്നെ ഇത് 1790 ടിപ്പു സുൽത്താൻ ഈ കോട്ട കൈയടക്കുകയും അതിനുശേഷം ടിപ്പു സുൽത്താൻ തകർത്തതായിട്ടാണ് പറയണത്. പിന്നെ അതല്ല, ഈ കോട്ടയ്ക്ക് ബലക്ഷയമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഡച്ചുകാർ തകർത്തതാണെന്ന് പറയണുണ്ട് ഈ കോട്ട. അതാണ് ഈ കോട്ട. പിന്നെ ഇവിടെ നിന്ന് ധാരാളം എക്സ്കവേഷൻ ചെയ്ത് ധാരാളം വസ്തുക്കൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന കുറേ കെട്ടിടങ്ങളുടെ റൂമിൻ്റെ ടൈലുകൾ, പിന്നെ തറയോടുകൾ, അങ്ങനെ ഈ മൃഗങ്ങളുടെ എല്ലുകൾ, പിന്നെ പഴയ പാത്ര കഷ്ണങ്ങൾ, അതുപോലെ വളപ്പൊട്ടുകൾ, മുത്തുകൾ, അങ്ങനെ ധാരാളം വസ്തുക്കൾ ഇവിടെ എക്സ്കവേഷനിലൂടെ കിട്ടിയിട്ടുണ്ട്. ഈ എക്സ്കവേഷൻ ചെയ്തപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടിയിരുന്നു. പോർസ്ലൈൻ പാത്രങ്ങൾ, ഇരുമ്പാണികൾ, അതുപോലെ തന്നെ എന്താ പറയുക ചൈനീസ് നാണയങ്ങൾ, ഡച്ച് നാണയങ്ങൾ, പിന്നെ എനിമൽസ് ബോൺസ്, അങ്ങനെ ഒരുപാട് കിട്ടിയിരുന്നു. ആ അറ്റത്ത് നമുക്ക് ഒരു ഫാം ഹൗസ് കാണാൻ കഴിയുമെന്ന് പറയണത്. അവിടെ നിന്ന് വെച്ചൂർ പശുവിൻ്റെയും അതേപോലെ ആടിൻ്റെയൊക്കെ ബോൺസ് ഒരുപാട് കിട്ടിയിരുന്നു എന്നാണ് പറയണത്. പിന്നെ അവിടെ അപ്പുറത്ത് തന്നെ ഒരു ഗുഹ, അതെന്താന്ന് വെച്ചാൽ വെടിക്കോപ്പ് സംഭരണശാല ഉണ്ടായിരുന്നു. അവിടുന്ന് നദീമുഖത്തിലേക്ക് ഒരു ഗുഹ പോകുന്നുണ്ടെന്നാണ് പറയണത്. നമുക്ക് ഇപ്പോൾ കാണാൻ കയ്യിലുണ്ടായിരുന്നു എന്നാണ് പറയണത്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ചെറിയൊരു കോട്ട അവിടെ ഉണ്ടായിരുന്നു. അപ്പുറത്ത് കോട്ടയല്ല, അപ്പുറത്തൊരു ഇതേപോലത്തെ ഒരു റൂം അവിടെ ഉണ്ട്. അവിടെ കാണുന്നത് ഇരുമ്പുരുക്ക് നിർമ്മിതി ഇതാണെന്നാണ് പറയണത്. പിന്നെ 1663 തുടങ്ങിയിട്ടാണ് ഡച്ചുകാർ ഇതാക്കിയെങ്കിലും പിന്നീട് അവർ 1789 തിരുവിതാംകൂർ ഗവൺമെൻറ് ഈ കോട്ട വാങ്ങി. പക്ഷേ 2 മാസത്തിന് ശേഷം ടിപ്പു സുൽത്താൻ ഈ കോട്ട പൂർണ്ണമായി നശിപ്പിച്ചു. 1909 തിരുവിതാംകൂർ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ പ്രൊട്ടക്റ്റഡ് മോണിമെന്റ്സ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്തത്. പിന്നെയാണ് 2007 ഈ എക്സ്കവേഷൻ, 100 വർഷത്തിന് ശേഷമുള്ള എക്സ്കവേഷൻ ഇവിടെ നടത്തിയത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഒരുപാട് എക്സ്കവേഷൻ ഖനനങ്ങൾ നടത്തി. ഒരുപാട് എന്താ പറയുക കോയിൻസ്, പോട്ടറീസ്, പിന്നെന്താ അന്നത്തെ കാലത്തുള്ള ഈ വളപ്പൊട്ടുകൾ, അങ്ങനെയുള്ള പിന്നെ കാനോൺ ബോളുകൾ, പീരങ്കി ഉണ്ടകളില്ലേ അത്, പിന്നെ ഒരു എന്താ പറയുക ഒരു ഡെഡ് ബോഡി തന്നെ അവരന്ന് എക്സ്കവേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഒരു പോർച്ചുഗീസ് നാവികന്റെ ഡെഡ് ബോഡി. അതിപ്പോൾ നമ്മളവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പോർച്ചുഗീസുകാർ ഇവിടെ ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷം മറ്റു രാജ്യങ്ങളെ ഒന്നും ഒരു കച്ചവടവും മറ്റു കാര്യങ്ങൾക്കൊന്നും അനുവദിക്കാതിരുന്ന സമയത്ത് അറബികളും മറ്റ് ചെറിയ കച്ചവടക്കാരും ഈ ഉൾനാടൻ ജലപാത ഉപയോഗിച്ച് കച്ചവടത്തിന് വേണ്ടി ശ്രമിച്ചായിരുന്നു. അപ്പം അതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ കോട്ട പോർച്ചുഗീസുകാർ പണിയാൻ കാരണം. കോട്ടയുടെ സമീപ പ്രദേശങ്ങളായ കൊടുങ്ങല്ലൂർ ഭാഗങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങളാൽ ഏറെ സമ്പുഷ്ടമായിരുന്നു. ഈ സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഏറെ എടുത്തു പറയേണ്ടത് കുരുമുളക് തന്നെയായിരുന്നു. കുരുമുളക് അടങ്ങുന്ന ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോകുന്നതിനായാണ് കോട്ടയുടെ സമീപ പ്രദേശങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നത്. ഈ കോട്ട മെയിനായിട്ട് ട്രേഡ് ഉണ്ടായിരുന്നു എന്ന് പറയണ്ടല്ലോ. പോർച്ചുഗീസുകാർ ഇവിടെ നിന്ന് കൂടുതലായിട്ട് സ്പൈസസ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് ഇങ്ങോട്ട് വന്നതെന്നാണല്ലോ പറയണത്, കേരളത്തിലേക്ക്. അപ്പം ഈ ഒരു ഇതെന്ന് പറയുന്ന ഒരു സെൻട്രൽ പോയിന്റ് ആണ്. 2-3 സ്ഥലത്ത് നിന്നുള്ള ഈ പുഴ, അതായത് ഒരു മെയിൻ പോയിന്റ് ആണ് ഇവിടെ. പുറത്തുനിന്ന് ആക്രമികൾ വരുന്നത് നോക്കാനായിട്ടും പീരങ്കി ഉണ്ട സ്ഥാപിച്ചിരിക്കുന്ന വലിയ ടവറുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയണത്. ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് കൂടുതലായിട്ട് ട്രേഡ്, നമ്മൾ ഇവിടെ നിന്ന് കുരുമുളകാണ് മെയിനായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുവരുന്നതെന്നാണ് പറയണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഏരിയേനെ കൊടുങ്ങല്ലൂരിന്റെ ആദ്യത്തെ പേര് മുച്ചിരി പട്ടണം എന്നാ പറയണത്. മുജിരി പട്ടണം എന്ന് പറഞ്ഞാല് പണ്ട് കുരുമുളകിനെ പറഞ്ഞിരുന്നത് മുജിരി എന്നാ പറഞ്ഞിരുന്നത്. മുജിരി പട്ടണം എന്നാണ് കൊടുങ്ങല്ലൂർ അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ ഈ എക്സ്കവേഷൻ ഇവിടെ ചെയ്തതിന്റെ ഒപ്പം തന്നെ പട്ടണത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് ആർക്കിയോളജിക്കൽ എവിഡൻസസ് കിട്ടിയിട്ടുണ്ട്. 2007 എക്സ്കവേഷൻ നടത്തിയിട്ട്
അപ്പൊ ആ എക്സ്കവേഷനും കൂടി ചെയ്തതോടുകൂടിയാണ് നമുക്ക് മനസ്സിലായത് മുസിരിസ് എന്ന് പറയുന്ന ആ പുരാതന തുറമുഖം 300 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ആ തുറമുഖം ഇവിടെ തന്നെ ആയിരുന്നു എന്നുള്ളത്. ഈ കോട്ടയ്ക്ക് 3 വെളിപ്പേരുകൾ ഉണ്ടായിരുന്നു. കോട്ടപ്പുറം കോട്ട എന്നും, ക്രാങ്കന്നൂർ ഫോർട്ട് എന്നും, കൊടുങ്ങല്ലൂർ കോട്ട എന്നും. അങ്ങനെ വ്യത്യസ്തമായ 3 പേരുകളാലാണ് ഈ കോട്ട അറിയപ്പെട്ടിരുന്നത്. ഇത് കൊടുങ്ങല്ലൂർ കോട്ട, കോട്ടപ്പുറം കോട്ട എന്ന് അറിയപ്പെടും, ക്രാങ്കന്നൂർ ഫോർട്ട് എന്നും അറിയപ്പെടും. ഇംഗ്ലീഷുകാർ കൊടുങ്ങല്ലൂരിനെ ക്രാങ്കന്നൂർ എന്നാണ് വിളിച്ചിരുന്നത്. ഇത് 1523 പോർച്ചുഗീസുകാരാണ് ഈ കോട്ട പണിയുന്നത്. അവർ പണിയുമ്പോൾ ഒരു 10.5 ഏക്കർ ഉണ്ടായിരുന്നു കോട്ടയുടെ ഏരിയ എന്നാണ് പറയുന്നത്. അതിൽ 6 ചെറിയ പള്ളി, ഒരു കത്തീഡ്രൽ, പട്ടാള ക്യാമ്പുകൾ, ഗ്രാനറികൾ, വർക്ക്ഷോപ്പുകൾ, ലൈബ്രറികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അവർ ഇത് ഉപയോഗിച്ചിരുന്നത് കച്ചവട കുത്തക ആയിട്ടാണ്. പോർച്ചുഗീസുകാർ ഇവിടെ ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷം മറ്റ് രാജ്യങ്ങളെ ഒന്നും ഒരു കച്ചവടത്തിനോ മറ്റൊന്നിനും സമ്മതിക്കാതിരുന്ന സമയത്ത് പോർച്ചുഗീസുകാര് ഇവിടെ ഉൾനാടൻ കച്ചവടത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങൾ ശ്രമിച്ചായിരുന്നു. അതിൽ തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് പോർച്ചുഗീസുകാർ ഇവിടെ ഈ കോട്ട പണിയുന്നത്. അത് ഞങ്ങളുടെ അറിവെന്ന് വെച്ചാൽ അത് ഇവിടെ നിന്ന് എക്സ്കവേഷൻ ചെയ്ത് കിട്ടിയേക്കണ ഇതിൽ വെച്ച് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതിന്റെ ഇത് ഇവിടെ ഉണ്ട്. പിന്നെ കടലിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വെടിയുണ്ടയുടെ ഇവിടെ നിന്ന് എക്സ്കവേഷൻ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് 2 തരം വെടിയുണ്ടകൾ. അപ്പൊ ഇവിടെ നിന്ന് ആക്രമണം അങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടും തിരിച്ചു ഉണ്ടായിട്ടുണ്ട്. പോർച്ചുഗീസുകാരുമായിട്ടുള്ള അറ്റാക്കാണിത്. ഇപ്പൊ ഡച്ചുകാർ തന്നെ ആദ്യം അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നിട്ടില്ല. പിന്നെ ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഈ പാലിയത്തച്ഛൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ രഹസ്യ സങ്കേതങ്ങളൊക്കെ അറിയാം. ആ ഒരു ഇതിൽ വെച്ചാണ് അവർ ശരിക്കും ഈ ഡച്ചുകാർ ഇത് കൈയടക്കണത്. അല്ലെങ്കിൽ അവർക്ക് അത് കൈയടക്കാൻ പറ്റൂല എന്ന് വെച്ചാൽ ഇവരത്ര സന്നാഹത്തോടു കൂടിയാണ് നിന്നത്. അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തത് പാലിയത്തച്ഛനാണ്. കോട്ടയുടെ എടുത്തു പറയേണ്ട മറ്റൊരു വലിയ പ്രത്യേകത ചോദിച്ചാൽ ചുണ്ണാമ്പിന്റെ സുർക്കിയും മഞ്ചാടിക്കുരുവിന്റെ പശപ്പുമൊക്കെ ഈ കോട്ടയുടെ നിർമ്മിതിയിൽ ഏറെ ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ചുണ്ണാമ്പിന്റെ സുർക്കി എന്ന് പറയില്ലേ, അതിന്റെ ഇതും പിന്നെന്താ പറയാ മഞ്ചാടിക്കുരുവിന്റെ ഒക്കെ പശപ്പുണ്ടെന്നാണ് പറയണത്. സുർക്കിയാണ് കൂടുതൽ യൂസ് ചെയ്ത്, കുമ്മായും സുർക്കിയും കൂടിയിട്ട്. ഇവിടുത്തെ കല്ലുകൾക്ക് വ്യത്യാസമുണ്ട്. ഇവിടെ സാധാരണ ഉണ്ടാക്കിയിരുന്ന കല്ലുകളാണ്, അതുകൊണ്ടാണ് ഇവിടെ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്.